ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു മെഴുക്കുവരട്ടിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടൊരു മെഴുക്കുവരട്ടിയാണ്. ഞാനിത് തയ്യാറാക്കി നിൽക്കുന്നത് ബീട്രൂട്ടും വഴുതനങ്ങയും കൊണ്ടാണ്. അപ്പം വഴുതനങ്ങയും ബീട്രൂട്ടും കൂടെ ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ പച്ച വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള വഴുതനങ്ങയല്ലേ, അതാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മുറിച്ച് വെള്ളത്തിൽ അല്പം നേരം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കളറൊന്നും മാറും, അതുകൊണ്ടാണ് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേ സവാളയുടെ കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതാ ചെറിയ സ്പൂൺ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഞാൻ വളരെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതൊരു ഈ ഒരു ആവിയിൽ തന്നെ ഇരുന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ബീട്രൂട്ട് ഒരു പകുതി വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വഴുതനങ്ങയാണ്. അപ്പം വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ ആകുമ്പോൾ നമുക്ക് ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു തോല് പെട്ടെന്ന് വഴണ്ട് വരത്തില്ല, പെട്ടെന്ന് അങ്ങ് വെന്തുടയത്തില്ല, ആ ഒരു ടൈപ്പല്ലേ. അപ്പോൾ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അല്പസമയം വേവിച്ചെടുക്കാം.
അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതേ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് വരണം. അപ്പം ഒരുപാടങ്ങ് വെന്ത് കുഴയണ്ട, എന്നാലും കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അല്പസമയം കൂടെ വേവിച്ചെടുക്കാം. അതിനുമുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ മൂടി വെച്ചിട്ട് അല്പസമയം കൂടെ വേവിച്ചെടുത്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് ഇതേ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ കൂടെ സാധാ നീളമുള്ള മറ്റേ വേറെ വഴുതനങ്ങ കൂടി ചേർത്ത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ പച്ച വഴുതനങ്ങ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി കേട്ടോ. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനിതുപോലുള്ള പുതിയ റെസിപ്പീസ് സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.